അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ ആകാശത്തിലായിരുന്നു, മീക്കാത്തിൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ മീക്കാത്ത് ഒക്കെ കഴിഞ്ഞു, നമ്മളങ്ങനെ ഇവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇഹ്റാമൊക്കെ ചെയ്ത് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മളെ അടുത്തൊക്കെ ഉണ്ടോ. എന്നാൽ അതിൻ്റെ ഇടയിൽ പുറത്തേക്കുള്ള ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെറുങ്ങനെ ഭൂമിയൊക്കെ ഇങ്ങനെ കാണൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ജിദ്ദയോട് അടുക്കാറായി. പുറത്ത് നോക്കുമ്പോഴൊക്കെ മരുഭൂമിയൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ണിൽ ദൃശ്യമായി തുടങ്ങി. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാൻ മറന്നു കേട്ടോ. ഒന്ന് കാണാം. ബാത്റൂം, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ബാത്റൂമുകളൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ പരിമിതമായിട്ടാണ് നമുക്ക് വെള്ളങ്ങളൊക്കെ കിട്ടും. അന്നേരം നമ്മൾ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒക്കെ നമ്മുടെ ഫുള്ള് ക്ലിയറായിട്ട് വരിക. അവിടെ അത്യാവശ്യം മൂത്രമൊഴിക്കാനൊക്കെ നമുക്ക് ഒരു ബാത്റൂം ഉപയോഗപ്പെടുത്താം. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളത്തിനുള്ള കുറച്ച് ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം പരിമിതമായിട്ടാണ് കിട്ടുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ബാത്റൂമുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 5.5-6 മണിക്കൂറോളം ഉണ്ട് ഫ്ലൈറ്റ് ജിദ്ദയിലെത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഓരോ നിങ്ങൾക്ക് പകർത്തി അയക്കുകയാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ ഇവിടുത്തെ ക്യാബിൻ ക്രൂ ഒക്കെ തയ്യാറ് ചെയ്യുന്നുണ്ട്. എല്ലാം ലോക്ക് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ജിദ്ദയോട് അടുക്കാറായി, എല്ലാവരും ബെൽറ്റൊക്കെ ഇട്ട് സജ്ജരായിരിക്കണം എന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഞാനൊരു സൈഡിലോട്ട് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ചിറകിനെ കൊണ്ടുള്ള കുറച്ച് കളിയൊക്കെ നമുക്ക് ഇനി ഇവിടുന്ന് കാണാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ വീക്ഷിക്കാം നമുക്ക്. അതൊക്കെ നിങ്ങളിനി കാണുക. ഞാൻ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ദൃശ്യം കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് മുന്നോട്ടും പുറകോട്ടൊക്കെ ആകും കേട്ടോ. ഈ ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ ഇവിടെ ഒരു വിടവ്, അത് മുന്നോട്ട് പോവും, പുറകോട്ട് വരും, ചിറക് കുറച്ച് അങ്ങോട്ട് താഴും. ഇങ്ങനെയൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ മെയിൻ എല്ലാ പരിപാടിയും ചിറകിൻ്റെ മുകളിലാണ് കേട്ടോ. അങ്ങനെ നല്ല മേഘക്കൂടൊക്കെ ഉണ്ട്. മേഘങ്ങളിങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ മേഘങ്ങളിങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ എത്ര നല്ല മനോഹരമായ ദൃശ്യം. ഏതായാലും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ളൊരു ഭാഗ്യം പടച്ചവൻ നൽകട്ടെ. കണ്ടോ, ഫ്ലൈറ്റ് ഇങ്ങനെ ചെരിയുന്നുണ്ട് ഒരു ഭാഗത്തേക്ക്. നമ്മൾ ബൈക്ക് കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ചെരിക്കുകയൊക്കെ ചെയ്യില്ല, അതേപോലെയാണ് ഫ്ലൈറ്റും ചെരിക്കുക കേട്ടോ. അതിൽ ചിറകിനെ കൊണ്ടാണ് അതിൻ്റെ എല്ലാ അഭ്യാസങ്ങളും നടത്തുന്നത്. ഏതായാലും നമുക്ക് താഴത്ത് നോക്കുമ്പോൾ മരുഭൂമിയൊക്കെ ദൃശ്യമായി തുടങ്ങി. പാറക്കെട്ടുകളും ഇതൊക്കെ ഏകദേശം നമ്മൾ ജിദ്ദയോട് അടുക്കാറായി. ഇനി ജിദ്ദയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മക്കയിലേക്കുള്ള യാത്രയുണ്ട് കേട്ടോ. അന്നേരം ഈ വീഡിയോ ജിദ്ദ വരെ ഉണ്ടാവും, എയർപോർട്ട് വരെ. അവിടെ നിന്ന് അങ്ങോട്ട് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുക. കണ്ടോ, ഞാനിവിടുന്ന് ശരിക്കും കാണുന്നുണ്ട്, ഭൂമി ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടുന്ന്. നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر فاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن
أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും കണ്ട കേട്ടോ. ഫ്ലൈറ്റ് താഴ്ന്നതും അതുപോലെ അതിൻ്റെ ഇടയിലൊരു മേഘത്തിൻ്റെ ഒരു കട്ട ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ ഒരു മഞ്ഞ് കട്ട പോലെ. എന്നാൽ ഇത് ഏകദേശം ജിദ്ദയോടടുത്തു. നമുക്ക് ഭൂമിയൊക്കെ ശരിക്കും ദൃശ്യമായി കഴിഞ്ഞു. താഴത്തേക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ താണ് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഫ്ലൈറ്റിൻ്റെ ചിറകുകൊണ്ടുള്ള അഭ്യാസങ്ങളൊക്കെ ശരിക്കും നിങ്ങൾക്ക് കാണാം. ഇത് ഫ്ലൈറ്റ് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിയുമ്പോൾ അതങ്ങനെ മേലോട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് താഴും, പിന്നെ അത് മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കണ്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ്. എന്നാൽ റൺവേ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എയർപോർട്ടിന് കണക്കായിട്ട് റൺവേക്ക് കണക്കായിട്ട് ഇങ്ങനെ വരികയാണ്. അതിനനുസരിച്ച് ചിറകിൻ്റെ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാണിച്ചു തരാം കേട്ടോ. അതിനാണ് ഞാനിവിടെ ഇരുന്നത്. ഇനി ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്നതിനനുസരിച്ചിട്ട് ഈ കണ്ടോ, നിങ്ങളൊരു വിടവ് കണ്ടോ ഫ്ലൈറ്റിൻ്റെ ഈ ചിറകുമ്മൽ, അത് കുറച്ച് മുന്നോട്ടേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകും, പിന്നെ കുറച്ച് ചെരിയും. അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെരിഞ്ഞ് വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് നമ്മളൊക്കെ താഴ്ന്നിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ ഫ്ലൈറ്റിൽ സഞ്ചരിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാലും ഇത് കുറേ ആൾക്കാർക്കൊന്നും, ഫ്ലൈറ്റിലൊന്നും കയറാത്തവർക്കൊക്കെ കുറേ ആകാംക്ഷ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. എന്നാലും നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ, ഫ്ലൈറ്റിൻ്റെ ഓരോ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാം. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ അവിടെ ഇങ്ങനെ അതിങ്ങനെ ഫ്ലൈറ്റ് താഴ്ന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ നിന്നുള്ള ഇനി ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണാം കേട്ടോ. حسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء
رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء. ഇങ്ങനെ നമ്മൾ ജിദ്ദയിലേക്ക് പ്രവേശിച്ചു. ജിദ്ദയിലുള്ള റോഡുകളും ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അന്നേരം ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം മക്കയിലേക്ക് പുറപ്പെടണം. അന്നേരം എയർപോർട്ട് വരെയുള്ള വീഡിയോസാണിത് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള അടുത്ത വീഡിയോസിന് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. മക്കയിലേക്കുള്ള പോകുന്ന റോഡുകളും മക്കയിലെത്തുന്നത് വരെയുള്ള കുറച്ച് ദൃശ്യങ്ങൾ. ഇതെല്ലാം കണ്ടോ, ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ കണ്ടോ, നമ്മളെ നാട്ടിലുള്ളത് പോലെയല്ല, ഇങ്ങനെ പെട്ടി അടുക്കിയിട്ടതുപോലെയാണ് ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ. ഏതായാലും ഫ്ലൈറ്റ് ഇങ്ങനെ താണ് പറന്ന് പോവാണ് കേട്ടോ എയർപോർട്ടിലേക്ക്. അതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ റോഡുകൾ. ഇതൊക്കെ നമ്മൾ താഴത്തൊക്കെ ഉള്ള റോഡുകളൊക്കെ നമ്മൾ സഞ്ചരിച്ച റോഡുകളായിരിക്കാം, ജിദ്ദയിലൊക്കെ വരുമ്പോഴൊക്കെ സഞ്ചരിച്ച റോഡുകളായിരിക്കാം. ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററിന് അടുത്തുണ്ട് മക്കയിലേക്ക്. ജിദ്ദയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഒരു 100 കിലോമീറ്ററിന് അടുത്തുണ്ട് കേട്ടോ. ഒരു 1.25 മണിക്കൂർ 1 മണിക്കൂറോളം ഓടാനുണ്ട്. ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ, നമ്മൾ സ്വന്തം പ്രൈവറ്റ് വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു 1.25 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അന്നേരം സൗദികൾക്കൊക്കെ പോവുകയാണെങ്കിൽ മാക്സിമം ഒരു 45 മിനിറ്റ് 50 മിനിറ്റേ വേണ്ടു. പക്ഷേ നമ്മളെപ്പോലുള്ള അജ്നബികളൊക്കെ വണ്ടിയോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ട് ഒരു ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലെ 1.25 മണിക്കൂറിൻ്റെ അടുത്തോളം വേണ്ട വരും. എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ജിദ്ദയിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ റോഡുകളൊക്കെ കണ്ടോ, റോഡിൻ്റെ ആ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നിങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് മുകളിൽ നോക്കുമ്പോൾ ആ റോഡിൻ്റെ ഒരു ആകൃതിയൊക്കെ. ഏതായാലും പടച്ചവന് ഈ മണ്ണിലേക്ക് വീണ്ടും തിരിച്ചെത്തിച്ചതിന് ഒരുപാട് ശുക്ർ. ഇനി വിശുദ്ധമായ മക്കയിലേക്ക് ഏകദേശം 2 മണിക്കൂർ ഉണ്ട്, അവിടെ എത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. ജിദ്ദയുടെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യം കണ്ടോ, എത്ര മനോഹരമാണ്. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന് റൺവേയിൽ ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണുക കേട്ടോ. ജിദ്ദ നഗരമാണിത്. الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر فاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب. അങ്ങനെ ജിദ്ദ റൺവേയിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങുകയാണ്. ഇതാ റൺവേയിലേക്ക് തട്ടുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എയർപോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ പകർത്തിയിട്ട്
ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ തീർച്ചയായിട്ടും എയർപോർട്ടിൽ നിന്ന് മക്കയിലെത്തുന്നത് വരെയുള്ള വീഡിയോ ആണ്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. റൺവേയിൽ കണ്ടോ മറ്റ് ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ ടയറിങ്ങനെ ഉരഞ്ഞിട്ടുള്ള കലകളും ഇതൊക്കെ ആയിട്ട് വിശാലമായിട്ടുള്ള മരുഭൂമിയിൽ പരന്ന് കിടക്കുന്ന ലോകത്തിലുള്ള ഏറ്റവും വലിയ എയർപോർട്ടുകളിലൊക്കെ ഒന്നായിട്ടാണ് ജിദ്ദയും അറിയപ്പെടുന്നത് കേട്ടോ. അന്നേരം ആ റൺവേയുടെ ദൃശ്യങ്ങൾ ഒരുപാട് ഫ്ലൈറ്റുകൾ ഒരേ സമയം ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അന്നേരം അതൊക്കെ നമുക്ക് വിസ്മയിപ്പിക്കും. നമ്മുടെയൊക്കെ നാട്ടിലുള്ള എയർപോർട്ടുകളൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്ത് വെക്കാനുണ്ടാവില്ല. ഏതായാലും പഠിച്ചവൻ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനും പരിശുദ്ധമായ മക്ക കാണാനും മദീന കാണാനൊക്കെ അള്ളാഹു സൗഭാഗ്യം ചെയ്യട്ടെ എന്നെപ്പോഴും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു തരട്ടെ. നല്ലൊരു ദൃശ്യം നിങ്ങൾക്ക് എത്തിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നല്ല സന്തോഷം കിട്ടുന്നുണ്ടാവും. ഈ മണ്ണും ഈ സ്ഥലവും ഒക്കെ കാണുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ടോ നല്ല ഓരോരോ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഇവിടെ സൈഡിലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. കുറേ ഫ്ലൈറ്റുകൾ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറന്ന് ഉയരുന്നുണ്ട്. കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ താഴ്ന്ന് റൺവേയിലേക്ക് വരുന്നുണ്ട് നമ്മൾ വന്നതുപോലെ. ഏതായാലും നമുക്കിനി ഇവിടെയുള്ള കുറേ ഫ്ലൈറ്റുകളുടെ ദൃശ്യങ്ങളും ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇതിന് സ്റ്റോപ്പ് ചെയ്യണമല്ലോ. സ്റ്റോപ്പ് ചെയ്തിട്ട് എയറോ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് നിർത്തിയിട്ട് അവിടുന്ന് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും കേട്ടോ, ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക്. അവിടുന്ന് എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് മക്കയിലേക്ക് യാത്ര തുടങ്ങും. ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവൻ്റെ കൂടെ അങ്ങനെ മക്കയിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ കാണാം കേട്ടോ. ഇവിടെ ഫ്ലൈറ്റുകൾ ഇതൊക്കെ ആയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ദുആ ഉണ്ട്. പഠിച്ചവൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. حسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ കൂടി ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ എയറോ ബ്രിഡ്ജുകൾ ഇങ്ങനെ കാണാം കേട്ടോ. അതിൽ നമുക്കുള്ള ഗേറ്റ് നമ്പറിലേക്ക് 4 നമ്പറാണെന്ന് തോന്നുന്നു. അവിടത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വാതിലിൻ്റെ ഒരു ഭാഗം ആ സൈഡിൽ എയറോ ബ്രിഡ്ജിനോട് കണക്കാക്കിയിട്ട് കൊണ്ടുപോകും കേട്ടോ, ഫ്ലൈറ്റിൻ്റെ മുൻവശത്തുള്ള വാതിൽ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വാതിൽ ഓപ്പൺ ചെയ്ത് നമ്മളൊക്കെ അതിൽ കൂടിയാണ് പുറത്തേക്ക് പോവുക. എന്നിട്ട് ഈ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ടോ ഇതേപോലെ ഉണ്ടോ. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ആ ഫ്ലൈറ്റിൻ്റെ വാതിലിന് അടുപ്പിച്ച് ലെവലാക്കി വെച്ചതാണ് എയറോ ബ്രിഡ്ജ്. അതിലിങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന ഫ്ലൈറ്റിനെ പോലത്തെ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ. അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണും. ഇവിടെ ഇങ്ങനെ ഇതാണ്ടോ, നമ്മൾ വന്ന ഇതേപോലുള്ളൊരു ഫ്ലൈറ്റാണ് കേട്ടോ, സൗദിൻ്റെ ഇതേ ഫ്ലൈറ്റ് തന്നെയാണ് നമ്മൾ വന്നത്. ഇതുപോലുള്ള ഒരേപോലത്തെ നമ്മളിപ്പോൾ ഇതിലുള്ളത് ഇതേപോലത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. ഏതായാലും നിങ്ങൾക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരട്ടെ. പഠിച്ചവൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തുക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്നത് വരെയുള്ള ദൃശ്യം അടുത്ത വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതെല്ലാവർക്കും അള്ളാഹു ഖൈറായ പാത കാണിച്ചു തരട്ടെ. കണ്ട ഒരു ഫ്ലൈറ്റ് ഫ്ലൈനാസാണ് കേട്ടോ. അതിന് ഇവിടുത്തെ ചെറിയ ബഡ്ജറ്റിൻ്റെ ഫ്ലൈറ്റാണത്. പക്ഷേങ്കിൽ അതിൽ സീറ്റൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആക്കാനൊന്നും കഴിയില്ല. അത് ഇരുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതിൽ യാത്ര അത്ര വലിയൊരു സുഖകരമല്ല. അത്യാവശ്യം സാമ്പത്തിക കുറഞ്ഞവരൊക്കെ അത്യാവശ്യം ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ അങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ ടിക്കറ്റ് കുറഞ്ഞിട്ട് അവൈലബിൾ ആണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിന് വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കുക. അങ്ങനെ നമ്മൾ ജിദ്ദയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.